പ്രൈസ് ലോർഡ്. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് വോയിസ് ഓഫ് ഗ്ലോറി എന്ന ശുശ്രൂഷയുമായി ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നുകൊണ്ട് ഈ ചൊവ്വാഴ്ച ദിവസം രാവിലെ കാണുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതിനകത്ത് ലൈവിൽ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ, ആ ലൈവിൽ കയറിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ എല്ലാവർക്കുമായി സ്തോത്രം. ലിജിത്ത്, ജ്യോതിഷ്, മണിയമ്മ, ഇത് സ്ഥിരം ഈ കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. ശൈല, ഓമന, ജോയല്, ഗ്രേസി, വിഷ്ണു, ദിവ്യ, അയർലൻഡിൽ നിന്നാണ് ദിവ്യ, പത്മ, ബിനോയ്, അശ്വതി, വർഗീസ് കുവൈറ്റിൽ നിന്ന്, ബിജി പീറ്റർ, സുനിൽ, എല്ലാവർക്കുമായി സ്തോത്രം. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷകളെ സപ്പോർട്ട് ചെയ്യുകയും ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് ഞങ്ങളോട് അറിയിക്കുകയൊക്കെ ചെയ്തത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകൾ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ വളരെ വളരെ അനുഗ്രഹമായിരുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കണം. 1-2 അനൗൺസ്മെൻറ്റുകൾ. ഫെബ്രുവരി മാസം 3, 4, 5 തീയതികളിൽ ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ ഒരു വലിയ പാസ്റ്റേഴ്സ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. രാജമന്ത്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ ഭാഗങ്ങളിൽ ഞങ്ങളെ കാണുന്ന പാസ്റ്റേഴ്സ് ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക, ലീഡർഷിപ്പിലുള്ളവരോട് അറിയിക്കുക. ആ മീറ്റിങ്ങിലേക്ക് വരാൻ ഓർപ്പിക്കുന്നു. അതിനകത്ത് എല്ലാ പ്രധാന സെഷനുകളും ഞാൻ തന്നെ ശുശ്രൂഷിക്കുന്നതാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഇമ്പാർട്ടേഷൻ കർത്താവ് അവിടെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനത്തെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നടക്കുന്നു. ഞാനൊക്കെ ഇന്നലെ പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിക്കുവാണ്. നാഗ്പൂരിലുണ്ട്, പൂനെയിലുണ്ട്. അതിൻ്റെയൊക്കെ പോസ്റ്ററുകൾ ചിലത് ഞങ്ങൾ പബ്ലിഷ് ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ അത് പബ്ലിഷ് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ ഗ്രേസ് ഫാമിലി എന്ന സോഷ്യൽ മീഡിയയും ടിജോ തോമസ് എന്നതും ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ലഭിക്കും. നാഗ്പൂരിലുണ്ട്, അപ്പോൾ തന്നെ പൂനെയിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു, രാജസ്ഥാനിൽ നടക്കുന്നു, ഉത്തർപ്രദേശിൽ, മധ്യപ്രദേശിൽ, അടുത്തൊരു പ്രധാന മീറ്റിംഗ് നടക്കുന്നു ജമ്മു ആൻഡ് കാശ്മീരിൽ, കൽക്കട്ടയിൽ, ഡൽഹിയിൽ നടക്കുന്നു. പല സ്ഥലങ്ങളിൽ നമ്മൾ ഈ പാസ്റ്റേഴ്സ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരെയും ആ മീറ്റിങ്ങുകളിൽ നിങ്ങൾക്ക് എത്താൻ കഴിയുന്ന മീറ്റിങ്ങുകളിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷയിൽ കൊതിക്കുന്നവർക്ക് വേണ്ടിയുള്ള മീറ്റിംഗാണ്. അപ്പോൾ തന്നെ ഞങ്ങളെ ഓർത്ത് ബാക്കി സഹോദരങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദയവായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞത് ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. ആത്മപ്രവർത്തനം. എപ്പോൾ പഴയ നിയമത്തിൽ ആത്മാവ് വന്നു എന്ന് പറയുമ്പോൾ അതിനോട് തൊട്ടടുത്ത് പ്രവചിച്ചു എന്നത് പറയാറുണ്ട്. ആത്മാവ് അവരുടെ മേൽ വന്നു എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് കൂടുതൽ സ്ഥലങ്ങളിലും പ്രവചിച്ചു എന്ന അതിനോട് കണക്ട് ചെയ്ത് പറയാറുണ്ട്. അതൊരു പ്രവചനവും ആത്മപകർച്ചയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നിട്ട് ഞാൻ ഈ ദിവസങ്ങളിൽ പ്രവചനത്തെയും പ്രവാചകനെയും കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്താണ് പ്രവാചകൻ, അല്ലെങ്കിൽ ഒരു പ്രവാചകനെ ദൈവം അയക്കുമ്പോൾ എന്താണ് അതിലൂടെ സ്വർഗം ആ ജാതിയോട്, ആ ഭാഷക്കാരനോട് ഇടപെടുന്നത്? നിങ്ങൾക്ക് ബൈബിൾ ശ്രദ്ധിച്ചാൽ ഈ പ്രവാചകന്മാർ ഇല്ലാതിരുന്ന ഇസ്രായേലിയ കാലഘട്ടത്തെ അവർ വിശ്വസിക്കുന്നത് ദൈവം അവരോട് സംസാരിക്കാത്ത സമയമായിട്ടാണ്. അല്ല, ദൈവം അവരിൽ നിന്നും മാറി നിന്ന സമയമായിട്ടാണ്
പ്രവാചകന്മാർ ഇല്ലാത്ത കാലഘട്ടത്തെ ഇസ്രായേൽ സമൂഹം വിശ്വസിച്ചിരുന്നത്. അങ്ങനെ തന്നെയാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നില്ല എന്നതിൻ്റെ അടയാളമാണ് പ്രവാചകന്മാരെ നമ്മുടെ ഇടയിലേക്ക് അയക്കാതിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാമത്തെ വചനം. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്ന് വെച്ചാൽ ഒരു പ്രവാചകൻ എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം നമ്മെ വിസിറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശിക ഭാഷയിൽ ഒരു പ്രവാചകൻ എഴുന്നേറ്റെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമ്മെ വിസിറ്റ് ചെയ്തിരിക്കുന്നു. അതായത് ദൈവം വിസിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ഭാഷയിൽ ഒരു പ്രവാചകനെ നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതിൻ്റെ അർത്ഥം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ കുടുംബത്തിൽ നിന്ന് ആ ദേശത്ത് ഒരു പ്രവാചകനെ ആ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ എഴുന്നേക്കാതിരിക്കുമ്പോൾ എബ്രായ സമൂഹം വിശ്വസിച്ചത് ദൈവം നമ്മളെ സന്ദർശിക്കുന്നില്ലെന്നാണ്, ദൈവം നമ്മെ വിസിറ്റ് ചെയ്യുന്നില്ല, ദൈവം നമ്മെ മറന്നെന്നാണ്, ദൈവം നമ്മെ ഓർക്കുന്നില്ലെന്നാണ്. ഇരുണ്ട കാലഘട്ടം എന്നൊക്കെയാണ് അതിനെയൊക്കെ വിളിക്കുന്നത്. ദൈവം ഇടപെടാത്ത സമയത്തെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഇരുണ്ട കാലഘട്ടവും ഇല്ലാതിരിക്കട്ടെ. പ്രകാശിതമാകട്ടെ തേജസ്സിൻ്റെ വെളിച്ചം. തേജസ്സിൽ നിന്ന് ദൈവത്തിൻ്റെ ഇടപെടിയിൽ ദിനം പ്രതി അനുഭവിപ്പാൻ കർത്താവ് അവസരം തരട്ടെ. എന്താണ് പ്രവാചകന് ദൈവം കൊടുത്തേക്കുന്ന ഡ്യൂട്ടികൾ? പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? ഒന്നാമത്തേത്, സീസണുകൾ തുറക്കാനും സീസണുകൾ അടയ്ക്കാനും പ്രവാചക ഓഫീസുകൾക്ക് പറ്റും. ഏലിയാവ് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞോ മഴയോ ഉണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ ഒരു സീസണെ ഏലിയാവ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. വാ കൊണ്ട് പറഞ്ഞ്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വാ കൊണ്ട് പറഞ്ഞ് ആകാശത്തെ അടച്ചതിൻ്റെ കീ ഏലിയാവ് എടുത്തിരിക്കുകയാണ്. 2, ഏലിയാവ് തന്നെ വന്നിട്ട് പറയുകയാണ്, വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നു. എന്നിട്ട് തുറക്കുവാണ്. ആദ്യത്തേതിൽ അടച്ചു, പിന്നത്തേതിൽ തുറന്നു. ഒരു പ്രോഫറ്റിന്, ഒരു പ്രവാചക അഭിഷേകത്തിന് നിനക്ക് വേണ്ടി ഒരു സീസൺ തുറന്നു തരാൻ പറ്റും. നിനക്ക് വേണ്ടി ചില ഡോറുകളെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഞാനിത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച ബൈബിളിൽ ഒരു സീസണെ മനസ്സിലാക്കുന്ന ആദ്യത്തെ ഗ്രൂപ്പ് പ്രോഫറ്റുമാരാണ്. ദാവീദ് രാജാവാകുമെന്ന് ആദ്യം മനസ്സിലായത് ആ പ്രവാചക ഗ്രൂപ്പിനാണ്. അവർ ഈ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് പറയുന്ന ഗ്രൂപ്പാണ്. എന്ന് വെച്ചാൽ ഇത് പ്രോഫറ്റുമാരാണ്. പഴയ നിയമത്തിലെ പ്രവാചക ഗ്രൂപ്പാണത്. ഒരു കാലം എന്ന് വെച്ചാൽ അവരുടെ ഉത്സവങ്ങളുടെ സമയങ്ങൾ ഒക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിന് ദാവീദ് രാജാവാകുമെന്ന് മനസ്സിലായി. അന്നേരം അവർ വന്ന് ആകാൻ പോകുന്ന ദാവീദിൻ്റെ കൂടെ കൂടി. അവർക്കാണ് സീസൺ മനസ്സിലാകുന്നത്. എവിടെ ദൈവത്തിൻ്റെ ചലനം, എവിടെ ദൈവത്തിൻ്റെ മൂവ്, ആരുടെ കൂടെ ഇപ്പോൾ ദൈവത്തിൻ്റെ ചലനം നിൽക്കുന്നു, ആരെ ദൈവം ഇപ്പോൾ ഉപയോഗിക്കുന്നു, ഇതൊക്കെ അവർക്ക് മനസ്സിലാവും. അന്ത്യോക്യയിൽ ആദ്യത്തെ സഭയുടെ ഉണർവ് നടക്കുന്നത് മാളിക മുറിയിലാണ്. 3000 സ്നാനപ്പെട്ടു, 5000 സ്നാനപ്പെട്ടു. വലിയ ദൈവപ്രവൃത്തി. പിന്നത്തേത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അടുത്ത ചലനം അപ്പോസ്തല പ്രവൃത്തി 13 അന്ത്യോക്യയിലാണ് നടക്കുന്നത്. അന്ത്യോക്യയിൽ
ഉണർവ് നടക്കുമ്പോൾ ആദ്യം സംഭവിച്ചത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് പോയെന്നാണ്. ഇതിൽ ആദ്യം എത്തുന്നത് പ്രവാചകരാണ്. പിന്നാണ് ആളുകൾക്ക് മനസ്സിലായത് ആ ദേശത്ത് ഒരു ഉണർവ് സംഭവിക്കാൻ പോകുന്നു. അപ്പോസ്തലപ്രവൃത്തി 2 മാളിക മുറി പോലത്തെ വീണ്ടും ഒരു പെന്തക്കോസ്ത് അന്ത്യോക്യയിൽ അപ്പോസ്തലപ്രവൃത്തി 13 സംഭവിക്കുന്നു. അത് പ്രോഫറ്റുമാർക്കാണ് ആദ്യം മനസ്സിലാകുന്നത്. അവർക്ക് കാണാനും കേൾക്കാനും പറ്റും. മുൻകൂട്ടി കാണാനും മുൻകൂട്ടി കേൾക്കാനും പറ്റും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഇത് തന്നെ ഈ ദിവസങ്ങളിൽ ചിന്തിക്കും. ഈ ശുശ്രൂഷകൾ നിമിത്തം ചില കുടുംബങ്ങളിൽ നിന്ന് പ്രോഫറ്റുമാർ എഴുന്നേക്കുക. ആ കുടുംബത്തെ ദൈവം വിസിറ്റ് ചെയ്ത അടയാളം നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു. എന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിന് മേൽ ദൈവം വിസിറ്റ് ചെയ്യുന്നു എന്നൊരു സൈൻ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നു. അതൊരു ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രവചനത്തിൻ്റെ എഴുന്നേൽപ്പാണ്. ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഒരു പ്രൊഫറ്റിക്കൽ ഇമ്പാർട്ടേഷന് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കട്ടെ. ഭാരതത്തോട് പ്രവചിക്കുവാൻ, സംഭവങ്ങളോടും കാലങ്ങളോടും സമയങ്ങളോടും ഒക്കെ പ്രവചിക്കാനുള്ള കൃപ ദൈവം അവർക്ക് കൊടുക്കണമേ. അതിനായിട്ട് ദൈവം ഒരുക്കണേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ സൗഖ്യമാകട്ടെ, അലർജികൾ സൗഖ്യമാകട്ടെ, ജോലി സംബന്ധമായ ആശങ്കകൾ മാറിപ്പോകട്ടെ. ചില പെറ്റ് സ്കാൻ പോലെ ചെയ്യണമെന്ന റിപ്പോർട്ടുമായി അതുമായി ബന്ധപ്പെട്ട അപ്പോയിൻമെൻറ്റുമായി ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ അത്ഭുത സൗഖ്യം നടക്കട്ടെ. ഒരിക്കലും ഒരു ദോഷവും ചെയ്യത്തില്ലെന്നുള്ളത്, ഒരു കുഴപ്പമില്ലെന്നുള്ള വാർത്ത ഉണ്ടാകട്ടെ. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അത്ഭുതമാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നാളെ രാവിലെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. God bless you. Voice of glory, speak the truth. Voice of glory, declare the truth. Voice of Glory. Daily Devotion by Prophet Tijo Thomas.